അടുത്ത് ചെല്ലുമ്പോഴാണ് ചുറ്റുമുള്ള ഗ്രാമമൊക്കെ നമ്മൾ കാണുന്നത്. ചുറ്റുമുള്ള ഗ്രാമം എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് കുറേ കെട്ടിടങ്ങളാണ്. എല്ലാം ഓടിട്ട കൂർത്ത മേൽക്കൂരയോട് കൂടിയ കെട്ടിടങ്ങൾ. കോൺക്രീറ്റിൻ്റെ ഫ്ലാറ്റ് മേൽക്കൂരയുള്ള ഒരു കെട്ടിടം നമ്മൾ കാണില്ല. ഈ ഗ്രാമങ്ങളൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ യാത്രയിൽ തന്നെ പറ്റുമെങ്കിൽ അത്തരം ഒരു ഗ്രാമത്തിൽ താമസിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയിടങ്ങൾ, പുൽമേടുകൾ, അത് കഴിഞ്ഞ് വീണ്ടും ഗ്രാമങ്ങൾ, പിന്നെയും കൃഷിയിടങ്ങൾ, കൃഷിയില്ലാത്ത സ്ഥലങ്ങളെല്ലാം പുൽമേടുകളാക്കിയിട്ടിരിക്കുന്നു. ഗംഭീരമായ ഹൈവേ ആണ്, 6 വരിയുള്ള പാതയാണ് പലയിടത്തും. അങ്ങനെ നമ്മൾ ബസ് അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്ലസൻ്റാണ്. ഈ ജർമ്മനിയുടെ ഉൾഗ്രാമങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഈ ബവേറിയൻ പ്രദേശത്തൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളിതൊരു ഭൂമി തന്നെയാണ്. ഇത്രയും സുന്ദരമായ പ്രദേശങ്ങൾ, ഇത്ര സുന്ദരമായ നാടുകൾ ലോകത്തുണ്ടോ എന്നൊക്കെ അത്ഭുതം തോന്നും. അതിനകത്ത് പ്രകൃതി മാത്രം ഉണ്ടാക്കിയിട്ടതല്ല ഈ സൗന്ദര്യം. പ്രകൃതി കാലാവസ്ഥയെ കൊടുത്തു, അവിടുത്തെ ഒരു ഭൂപ്രകൃതി കൊടുത്തു, ശരിയാണ്. പക്ഷേ ഈ പുൽമേടുകൾ, കൃഷിയിടങ്ങൾ, സുന്ദരമായ ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളുടെ ഇന്നത്തെ ആ പുരാതന ഭാവത്തിൽ നിലനിർത്തുന്ന അവസ്ഥ, ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. മനുഷ്യൻ ചിട്ട കൊണ്ട്, സിസ്റ്റം കൊണ്ട്, നിയമം കൊണ്ട്, ആ നിയമം അനുസരിക്കുന്നതിലൂടെ ഒക്കെ സൃഷ്ടിച്ചെടുത്താണ് ഈ ഗ്രാമങ്ങൾ.